ഞാൻ അങ്കമ്മാളിനെ കാണുന്നത് അത്തരത്തിലല്ല. പാശ്ചാത്യ സംസ്കാരത്തോട് സമരസപ്പെടാൻ വൈമുഖ്യം കാണിക്കുന്ന പാരമ്പര്യവാദിയായ ഒരു സ്ത്രീയല്ല അങ്കമ്മാൾ. തീർച്ചയായിട്ടും അവരുടെ വസ്ത്രധാരണത്തിലുൾപ്പെടെ പാരമ്പര്യത്തിൻ്റെ വരികൾ നമ്മൾ ആ ചലച്ചിത്രത്തിൻ്റെ ആദ്യ രംഗത്ത് നമുക്ക് കാണുമ്പോൾ അറിയാം. സ്വന്തം പേരക്കുട്ടിക്ക് തൻ്റെ അമ്മയുടെ പേരിടാൻ ശ്രമിക്കുന്ന ഉച്ചിമലപ്പൂവ്, എന്താണ് ഉച്ചാണിപ്പൂവ്, ആ പൂവിൻ്റെ ടാറ്റു തൻ്റെ പേരക്കുട്ടിയുടെ ശരീരത്തിൽ ടാറ്റു കുത്താൻ ശ്രമിക്കുന്ന ഒരു അങ്കമ്മാളിൻ്റെ ദൃശ്യത്തോടു കൂടിയാണ് ഈ സിനിമ ആരംഭിക്കുന്നത് തന്നെ. അതായത് ഒരു പാരമ്പര്യ നിഷേധിയല്ല. അതേസമയം ആ വസ്ത്രധാരണത്തിൽ അവരതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് തുടരണമെന്ന് തൻ്റെ സ്വാതന്ത്ര്യബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. തനിക്കത് കംഫർട്ടബിൾ ആണ് എന്നുള്ളത് കൊണ്ടാണ്. അതല്ലാതെ പാരമ്പര്യത്തോട് വിധേയത്തുള്ള ആളല്ല. അത് നമുക്ക് ഒരുപാട് രംഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മോപ്പഡ് ഓടിക്കുന്ന, വളരെ സ്വതന്ത്ര ചിന്താഗതിയുള്ള, എന്താണ് നമ്മൾ പറയുന്ന, പുരുഷന്മാർക്കിടയിൽ മാത്രമുണ്ടെന്ന് നമ്മൾ കേൾക്കുന്ന ചില തമാശകൾ പോലും പറയുന്ന, ചുരുട്ടു വലിക്കുന്ന, നമ്മൾ എല്ലാ തരത്തിലും ഒരു ടിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തിൽ ഊന്നി മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ള, തൊഴിലിലായാലും വസ്ത്രത്തിലായാലും ഭക്ഷണത്തിലായാലും ജീവിത രീതിയിലൊക്കെ ആയാലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അങ്കമ്മാൾ. ആ അങ്കമ്മാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മളീ പറയുന്ന മോഡേണിസവും വസ്ത്ര സ്വാതന്ത്ര്യവും സ്വത്വവാദവും ഇതെല്ലാം പറയുമ്പോഴും ഇതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ എങ്ങനെയാണോ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ശ്വസിക്കുന്ന വായു ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, ഞാൻ ഉടുക്കുന്ന വസ്ത്രമായിക്കോട്ടെ, എൻ്റെ നിലനിൽപ്പ്, അതൊരു സൊസൈറ്റിയുടെ വിഷയമായി മാറുന്നുണ്ട്. ഒരു ചലച്ചിത്രത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് അവരുടെ മാത്രം വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയം എന്നതിൽ നിന്ന് മാറി മറ്റൊരു തലത്തിലേക്ക് മാറുകയും അത് ആ സൊസൈറ്റിയുടെ മുഴുവൻ കൺസേണായി മാറുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പുരോഗമനത്തിൻ്റെ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ മുഖം മൂടിയിട്ട് ഇപ്പുറത്ത് വന്നു നിൽക്കുന്നത് പാരമ്പര്യത്തിൽ എവിടെയാണോ ഈ സപ്രഷൻ, അടിച്ചമർത്തലിനെയാണ് അവരും ആയുധമാക്കുന്നത്. ആ ടൂളിനെയാണ് യഥാർത്ഥത്തിൽ ആരാണ് പുരോഗമന പക്ഷത്ത് നിൽക്കുന്നതെന്ന് അങ്കമ്മാൾ കണ്ടു കഴിയുമ്പോഴാണ് നമ്മളീ പറയുന്ന വസ്ത്രമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള സ്വത്വാടയാളങ്ങളായിക്കോട്ടെ, അത് അവനവൻ്റെ സന്തോഷത്തിന് ഉപകരിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമായി മാറുന്നതെന്നുള്ള, നമ്മൾ ആ ചലച്ചിത്രത്തിൻ്റെ അവസാനം ഒരു ഉച്ചിമ്മലക്കാറ്റ് എന്ന് പറയുന്ന അത് ആ സിനിമയിൽ പറയുന്നുണ്ട്. 25 വർഷങ്ങൾക്ക് ശേഷം, 25 വർഷങ്ങൾ കൂടുമ്പോൾ ഗ്രാമത്തിൽ വീശിയടിക്കുന്ന ഒരു കാറ്റ്, അത് ഇങ്ങനെ ഒരു പ്രകൃതി പ്രതിഭാസം എന്നുള്ള പോലെ വരുന്നൊരു കാറ്റാണ്. പക്ഷേ അത് തിരശ്ശീലയിൽ വീശിയടിക്കുന്ന മാറ്റത്തിൻ്റെ ഒരു കൊടുങ്കാറ്റും കൂടിയാണ്. ആ കാറ്റ് ആ ഉച്ചാണിപ്പൂവിൻ്റെ മരണഗന്ധമുള്ള പെരുമാൾ മുരുകൻ്റെ കഥയുടെ ആ ഒരു സൗന്ദര്യത്തെ മുഴുവനും അഭ്രപാളിയിലേക്ക് അതേ സൗന്ദര്യാത്മകതയോടുകൂടി കൊണ്ടുവന്നിട്ടുള്ള, ഒരു പക്ഷേ നമ്മൾ ഈ വുമൻ സെൻറ്റേർഡ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ സ്ത്രീ കേന്ദ്രിതമായിട്ടുള്ള സിനിമകൾ ഒട്ടേറെ നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാളത്തിലും അത്തരം ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ആ ഗീതാ കൈലാസ് എന്ന് പറയുന്ന നടി അവർ അമ്പരപ്പിക്കുന്ന ഒത്തിരിയേറെ സിനിമകളിലൂടെ, തമിഴ് സിനിമകളിലൂടെ, മാമന്നനിലൂടെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു നടിയാണ്. പക്ഷേ നമ്മൾ ഒരു ആളുടെ പ്രകടനത്തിന് മുമ്പിൽ മറ്റെല്ലാം ഇങ്ങനെ മാഞ്ഞു പോകുന്ന തരത്തിലുള്ള അമ്പരപ്പിക്കുന്ന അസാധ്യമായിട്ടുള്ള ഒരു നടി എന്ന് നമ്മൾ കൃത്യമായിട്ട് അവരെ നടി എന്ന് വിളിക്കാം. അത്രയും വലിയ ഒരു നമുക്ക് ഒരു വാവ് ഫീൽ തരുന്ന ഒരു നടന വൈഭവമാണ് അങ്കമ്മാൾ. ആ ടൈറ്റിൽ കഥാപാത്രത്തോട് 100% വിശ്വസ്തത പുലർത്തിയിട്ടുള്ള ഒരു കഥാപാത്രാവിഷ്കരണം. പിന്നെ ഞാൻ ഈ കഥയുടെ ഉള്ളിലേക്കൊന്നും അധികം പോകുന്നില്ല. ഒരു പുതിയ കാലത്ത് നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് കലാത്മകതയിലൂടെ കൃത്യമായ രാഷ്ട്രീയം പറയാമെന്നുള്ളതിനുള്ളൊരു അടയാളം കൂടിയാണ് അങ്കമ്മാൾ. മാത്രമല്ല അതിൽ ഓരോ കഥാപാത്രങ്ങളും നമുക്കറിയാം, ഒരിടത്തും ഒരു കഥാപാത്രം പോലും അഭിനയിക്കുകയാണെന്നുള്ള തോന്നൽ നമുക്ക് വരുന്നില്ല. തികച്ചും തിരശീലയിൽ ജീവിക്കുക, ജീവിതത്തെ, അല്ലെങ്കിൽ പെരുമാൾ മുരുകൻ്റെ ഒരു കഥയിൽ പറയുന്ന ഒരു ജീവിതത്തെ തിരശീലയിലേക്ക് എങ്ങനെ അതുപോലെ ആത്മാവ് ചോരാതെ പകർത്തി വയ്ക്കാം എന്നുള്ളത് വളരെ സുന്ദരമായി കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു ചലച്ചിത്രം എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അത് തിരശീലയിൽ കഴിഞ്ഞ 2024 IFFKയിൽ പ്രദർശിപ്പിക്കുകയും വലിയ പ്രേക്ഷക പ്രീതി നേടുകയും ചെയ്ത ഒരു ചിത്രം. അത് കേരളത്തിൻ്റെ തിയേറ്ററുകളിൽ കാണാനുള്ള ഒരു അവസരം പ്രിയപ്പെട്ട സിനിമ പ്രണയികൾ
മലയാളികൾ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ചലച്ചിത്രത്തെ പ്രണയിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. നമ്മൾ ആ മുടക്കുന്ന പൈസയും അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർത്തിയായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ ഒരു ചലച്ചിത്രത്തിൻ്റെ ഒരു കാഴ്ച എല്ലാവരും തിയേറ്ററിൽ പോയി ഈ ചലച്ചിത്രം കാണണം. ഈ ചലച്ചിത്രത്തിൻ്റെ പിന്നിൽ അത് നമ്മൾ മലയാളികൾ എന്തുകൊണ്ട് അതിനെ സ്വീകരിക്കണം, അതിനെ ആസ്വദിക്കണം എന്നുള്ളത് ഒരു കലാവസ്തു എന്നുള്ളതിൻ്റെ മൂല്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ചലച്ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടേറെ മലയാളികളായ കലാകാരന്മാരുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ജിജോ സോമൻ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ക്യാമറാമാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം മലയാളികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ മലയാളികളായിട്ടുള്ള കലാകാരന്മാരുടെ കൂടി പങ്കാളിത്തത്തിൽ വന്ന ഭാഷയുടെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും സിനിമയ്ക്ക് ബാധകമല്ല എന്നുള്ളത് ഏറ്റവും കൃത്യമായി അറിയുന്ന ഒരു പ്രേക്ഷക സമൂഹമാണ് കേരളത്തിലുള്ളത്. അത് IFFK ഉൾപ്പെടെ കിട്ടുന്ന രാജ്യാന്തര ചലച്ചിത്ര മേളകൾക്ക് ഉൾപ്പെടെ കിട്ടുന്ന സ്വീകാര്യതയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെയുള്ള മലയാളികൾ അങ്കമാലിനെ തള്ളിക്കളയില്ല എന്നും ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ വളരെ ഹൃദ്യമായിട്ടുള്ള സ്വീകരണം നൽകും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു ചിത്രം കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്കുണ്ട്. ആ പ്രേക്ഷക എന്ന നിലയിലുള്ള എൻ്റെ ആ ഒരു പ്രതീക്ഷ നിറവേറുമെന്നുള്ള ഒരു സ്വപ്നത്തോടു കൂടി നിർത്തുന്നു.